أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم. ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم. إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون. كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون. كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون. إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون. ومزاجه من تسنيم عينا يشرب بها المقربون. إن الذين أجرموا كانوا من الذين آمنوا يضحكون. صدق الله العظيم. السلام عليكم ورحمة الله وبركاته.
ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. എംഎസ് വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസിന്റെ 39ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വല്യപ്പാർക്കും വല്യമാർക്കും എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതിപ്പടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവന്റെ പരിശുദ്ധമായ കലാമ് പല ആവർത്തി ഖത്മ് തീർക്കാനുള്ള മഹാഭാഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ നമ്മുടെ നിയമസംഹിതയാണ്, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, ആയിഷ, എങ്ങനെയായിരുന്നു അങ്ങയുടെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്ന് ചോദിച്ചപ്പോ കാന ഖുലുഖുഹു ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു, അഥവാ ഖുർആനിന്റെ വിശദീകരണമായിരുന്നു. ഖുർആൻ എന്താണോ പറഞ്ഞത്, ആ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ എന്താണോ പഠിപ്പിച്ചത് അത് ജീവിച്ചു കാണിക്കുകയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ അവിടുത്തെ 23 വർഷത്തെ ജീവിതത്തിലൂടെ. അപ്പോ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ വിശദമായ വിശദീകരണത്തിലേക്ക് എത്തണമെങ്കിൽ മുത്തനബി തങ്ങളുടെ ഹദീസ് കൂടി നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതിപ്പടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ട് യൂട്യൂബിൽ കണ്ട് അതിന്റെ തമ്പുനേമിലൊക്കെ ഇങ്ങനെ തൊട്ട് നിങ്ങൾ വന്നിട്ടുണ്ടാവുക. തീർച്ചയായും നിങ്ങൾക്ക് ഖുർആൻ ഓതാനും പഠിക്കാനും ഖത്മ് തീർക്കാനൊക്കെ കഴിയും. അതിനൊരു സ്റ്റെപ്പായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്തവർ അത് എഴുതി പഠിക്കണം. എഴുതാൻ അറിയില്ലെങ്കിലും വായിക്കാനെങ്കിലും പഠിക്കണം. അതിനുശേഷം ഒരു 5 അക്ഷരം 6 അക്ഷരം 7 അക്ഷരമൊക്കെ ഉള്ള ഒരു വാക്ക്, അറബിയിലുള്ള വാക്ക് എഴുതാൻ വായിക്കാൻ പഠിച്ചാൽ മാത്രമേ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് അതിന്റെ പ്രഥമഘട്ടം അറബി അക്ഷരങ്ങൾ എഴുതി പഠിക്കലാണ്. അത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ഘട്ടമാണ് ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ഈ ക്ലാസ്. അതിന്റെ ഇടയിൽ വെച്ച് കാണുന്നത് ഇത് 39ാമത്തെ ക്ലാസ് ആണ്. ഇതിന്റെ 1ാമത്തെ ക്ലാസ് മുതൽ കാണാം. 1ാമത്തെ ക്ലാസ്സിൽ ഒരേ അക്ഷരങ്ങളും ഒറ്റക്ക് എഴുതി അതെങ്ങനെ കൂട്ടി എഴുതാന്നൊക്കെ ഇങ്ങനെ കാണിച്ചു വന്ന് കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നീ പോകുന്ന രീതിയിലുള്ള ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തുടക്കം മുതൽ കാണണം. ഇനി അതല്ല, ഇങ്ങനെയൊക്കെ അത്യാവശ്യം ഓതാനൊക്കെ അറിയാം, തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയില്ല എന്നാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ തജ്വീദിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ഇതിന്റെ പ്ലേ ലിസ്റ്റിൽ കാണാം. ഖുർആൻ പാരായണ നിയമം പഠിക്കാം, അല്ലെങ്കിൽ തജ്വീദ് പഠിക്കാം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് കാണാം. അതിൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇനി ഒരു ഉസ്താദിന്റെ കൂടെ ശരിക്ക് നീട്ടി മണിച്ച് വഖഫ് ചെയ്യേണ്ട രൂപമൊക്കെ വഖഫ് ചെയ്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കണോ, രാവിലെ 5:30 മണിക്ക് ഒരു 7 ഖുർആൻ ഓതി ഖത്മ് തീർക്കുന്ന മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ നിങ്ങൾക്ക് വന്ന് ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്തിനൊപ്പം പരിശുദ്ധമായ ഖുർആൻ നിവർത്തിവെച്ച് ദിവസവും ഒരേ 7 വീതം ഓതി അത് പലവട്ടം ഓതി ആവർത്തിച്ച് അങ്ങനെ ഖത്മ് തീർക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ എംഎസ് വോയിസിലുണ്ട്. ഒരു 7 ഓതിയിട്ട് ഇനി എന്ന് ഖത്മ് തീരാനാ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഒരു ജുസ് വീതം ഓതി ഖത്മ് തീർക്കാനുള്ള ലിങ്കുകളും എംഎസ് വോയിസിലുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് ഏത് രീതിയിലാണ് വേണ്ടത് എങ്കിൽ അത് നിങ്ങളൊന്ന് വോയിസ് വിട്ടാൽ മതി. നിങ്ങളുടെ പേരും നാടുമൊക്കെ ഒന്ന് പറയാ. ഇൻഷാ അല്ലാഹ് ഞാൻ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ട ലിങ്കുകൾ വിട്ടുതരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ അഹ്ലുകാരെ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖുർആന്റെ പ്രചാരകരിൽ നിങ്ങളും ഞാനും നിങ്ങളുമൊക്കെ അതിൽ ഭാഗവാക്കാകണം. ഈ ഒരു സാഹചര്യം, ഈ ഒരു സൗകര്യം കാത്തിരിക്കുന്നവരുണ്ട്. അറബി പഠിക്കാനും ഖുർആൻ ഓതിപ്പടിക്കാനും ഖത്മ് തീർക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു സംവിധാനം കിട്ടാതെ ഇരിക്കുന്നവരുണ്ടാകും. നിങ്ങൾക്ക് ഇതൊരു നല്ല സംവിധാനമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഈ ക്ലാസ്സുകളെയും ചാനലിനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കാണ്. 39ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സൂറത്താണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പിന്നെ 30ാമത്തെ ആയത്ത് മുതൽ 36ാമത്തെ ആയത്ത് വരെയാണ്, അഥവാ സൂറത്തിന്റെ അവസാനം വരെയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ മർറൂ ബിഹി യതഗാമസൂൻ. വഇദാ എങ്ങനെ ഇതാ വഇദാ വഇദാ നോക്കൂട്ടാ. വഇദാ അടുത്തത് മർറൂ. എത്ര അക്ഷരണ്ട്? മീം റാ വാവ് അലിഫ്. മർറൂ ബിഹി. വഇദാ മർറൂ ബിഹിം എന്നാണ് കേട്ടാ. അപ്പൊ എന്താക്കണം? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഹാ നമ്മളിങ്ങനെ കൊടുക്കണം. ബിഹിം. വഇദാ മർറൂ ബിഹിം. അടുത്തത് യതഗാമസൂൻ. യാ ഇങ്ങനെ നമ്മൾ എഴുതി, താ ഇങ്ങനെ എഴുതി, ഗൈൻ ഇങ്ങനെ എഴുതി. യതഗാ യാ താ ഗാ മസൂന. മഷി കഴിഞ്ഞു തുടങ്ങി. വഇദാ മർറൂ ബിഹി ബിഹിം യതഗാമസൂൻ. ഇവിടെ ഒരു വാവ് വേണം കേട്ടാ. അപ്പോ ഒന്ന് ഓതിക്കാണി. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. അടുത്ത ആയത്ത്. ഇനി ഇവിടെ എഴുതുന്നത് ശ്രദ്ധിക്കണേ, വായിച്ചോളി. എന്താ വായിക്ക? വഇദാ. ഇനി ഒരു അലിഫ്, ഒരു നൂന്, ഒരു ഖാഫ്, ഒരു ലാമ്, ഒരു ബാ, ഒരു വാവ്. എന്താ വായിക്ക? വഇദാന്ന് നീട്ടാനുള്ള ഇപ്പൊ പോയി. എന്തായി? വഇദൻ വഇദൻ ഖാഫ് വഇദൻ ഖലബൂ. എന്താ വായിക്ക? വഇദൻ ഖലബൂ. ഇനിതാ വായിച്ചോളിട്ടാ. ഒരു ലാമിട്ട് അതിന്റെ കൂടെ ഒരു യാ ഇട്ട്. എന്താ വായിക്ക? വഇദൻ ഖലബൂ ഇലാ. നോക്കിക്കോളിട്ടാ. ഹാ ലാമ്, ഒരു ഹാ, ഒരു മീം. എന്താ വായിക്ക? വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം. ഇലാ അഹ്ലിഹിമു എന്നാണ് കേട്ടാ. അഹ്ലിഹിമു. ഇലാ ഇവിടെ ഒരു ഫത്ത് ഉണ്ട്. ഇലാ അഹ്ലിഹിമു. മു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു അലിഫ്, ഒരു നൂന്, ഒരു ഖാഫ്, ലാമ്, ബാ. എന്താ വായിക്ക? ഇനി ഇവിടെ ഒരു കാഫ്, ഒരു ഹാ, ഒരു യാ, ഒരു നൂന്. എന്താ വായിക്ക? വായിച്ചു നോക്കിയ മക്കളെ കിട്ടുന്നുണ്ടോന്ന് നോക്ക്. വഇദൻ ഖലബൂ. ഇവിടെ വാവുണ്ട്, ലൊമ്മിനെ നീട്ടാൻ വാവുണ്ട്, അതിന് ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മദ് മുൻഫസിലാണ്, അപ്പൊ ഇവിടെ നീട്ടണം. ഇവിടെ സാക്കിന നൂന് ശേഷം ഖാഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു നിയമം ഇവിടെ ഉണ്ട്, ഇഖ്ഫ എന്നുള്ള നിയമം ഇവിടെ ഉണ്ട് കേട്ടാ. വഇദൻ ഖലബൂ ഇലാ. ഇവിടെ ലാമിന് അലിഫ് ഉണ്ട്, അലിഫുണ്ട്, ഹംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു മദ് ഉണ്ട് കേട്ടാ. അപ്പൊ രണ്ട് മദ്ദായി. അപ്പൊ എങ്ങനെ ഓതാ? വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ അഹ്ലിഹിം ഖലബൂ ഫകിഹീൻ. ഒന്നുകൂടി ഓത്. വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫകിഹീൻ. അടുത്ത ആയത്ത് നോക്കിക്കോളി കേട്ടോ. എങ്ങനെ എഴുതാൻ നോക്കിക്കോളി, വായിക്കണേ. ഇത് പിന്നെ നമുക്ക് അറിയുന്നതാണ്. എന്താ വായിച്ചു? വഇദാ നി റാ. എന്താ വായിക്ക? വഇദാ റഔ. ഒരു മിനിറ്റ് കേട്ടാ.
എന്തായി? വഇദാ റഔ റഔ റഔ. ഇനി ഒരു ഹാ ഒരു മീം. എന്തായി വായിക്ക? വഇദാ റഔഹും വഇദാ റഔഹും. ഇനി അടുത്ത് നോക്കൂ, വായിച്ചോളി. എന്താ വായിക്ക? ഖാലൂ വഇദാ റഔഹും ഖാലൂ. എന്തായി? വായിച്ചോളിട്ടാ, വായിച്ചു നോക്കണേ. എന്താ വായിക്ക? ഹാ അങ്ങനെ നീട്ടിയിട്ട് ഇവിടെ ഒരു കുഞ്ഞലിഫ് ഇട്. ഇപ്പൊ എന്തായി? ഹാ ഉ ഹാ ഉ. ലാമിട്ട് ഇവിടെ ഒരു അലിഫിട്ട്. എന്തായി? ഹാ ഉല ഇ. നോക്കൂ. വഇദാ റഔഹും ഖാലൂ ഇന്ന ഹൗലാ. ഇവിടെ ഖാലൂ എന്ന് പറയുന്ന വാവ് വന്നു, മദ്ദക്ഷരമാണ്. അതിനുശേഷം ഹംസ് വന്നു, അപ്പൊ ഇവിടെ ഒരു മദ് ഉണ്ട് കേട്ടോ. അപ്പൊ നീട്ടി ഓതണം ഇവിടെ. അതുപോലെ തന്നെ ഹാ എന്ന് പറയുന്ന ഹാ ഇന് ശേഷം ഇവിടെ കുഞ്ഞലിഫ് ഉണ്ട്, അതിനുശേഷം ഹംസ് വന്നു, അപ്പൊ ഇവിടെ ഒരു മദ് ഉണ്ട്. അപ്പൊ രണ്ടിടത്തും മദ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ അവിടെ ഓതുക? അല്ലേ? എങ്ങനെ ഓതുക അവിടെ? വഇദാ റഔഹും ഖാലൂ ഇന്ന ഹൗലാ. ഇവിടെ ലാമ് കണ്ട, ലാമിന് നീട്ടാൻ ഇവിടെ അലിഫ് ഉണ്ട്. എങ്ങനെ? ഇതിപ്പോ ലാണ്, ലാ ഇങ്ങനെ എഴുതാ. അപ്പൊ ലാമിനെ നീട്ടാൻ അലിഫില്ലേ, കുഞ്ഞലിഫില്ലേ? കുഞ്ഞലിഫ് ഹംസ് വന്നിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അലിഫിന് ശേഷം ഹംസ് വന്നു, അപ്പൊ ഇവിടെ ഒരു മദ് ഉണ്ട്. അപ്പൊ എന്തായി? അപ്പൊ എന്താ വായിക്കുക? ഖാലൂ ഇന്ന ഹൗലാഇ. ഇനി അടുത്തത് പറഞ്ഞോളി മക്കളെ. ഇതിങ്ങനെ കുറച്ചിങ്ങനെ നീട്ടി ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഇങ്ങനെ എഴുതി എന്നിട്ട് ഇങ്ങനെ ഇടാം. എന്താ വായിക്കുക? ഇന്ന ഹൗലാഇ ലളാല്ലൂൻ. ലളാല്ലൂന്റെ അവിടെ ഒരു മദ്ദുണ്ട്. എന്താണെന്നറിയോ? ലളാ എന്നുള്ള വാദിനെ നീട്ടാണ് അലിഫ് കണ്ട. അലിഫിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വന്നു കഴിഞ്ഞാൽ, ഷദ് എങ്ങനെ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ കേട്ടാ. മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വന്നാൽ കൂടുതൽ നീട്ടണം. മദ് ലാസിം എന്ന് അതിനെ പറയാം. മദ് ലാസിമ് 4 വിധമുണ്ട്, അന്ന് ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വന്നിട്ടുണ്ട് ശേഷമുള്ള അക്ഷരത്തിന്, അപ്പൊ കൂടുതൽ നീട്ടണം. അപ്പൊ ഇനി ഇവിടെ പറയുന്ന മദ്ദാണ്, മദ് ലാസിമാണ്. ഇവിടെ ഒന്ന് നീട്ടി ഓതണം. വലല്ലാലിൻ ഫാത്തിയിലൊക്കെ ഉണ്ടല്ലോ നമ്മള് ലളാല്ലൂൻ. ഇനി ഇവിടെ നിന്ന് ഓതിയേ വഇദാ റഔഹും ഖാലൂ ഇന്ന ഹൗലാഇ ലളാല്ലൂൻ. ശ്വാസം കിട്ടുന്നില്ല ഇങ്ങനെ ഓടുക കേട്ടോ. വഇദാ റഔഹും ഖാലൂ. കാലിൻ്റെ അടുത്ത് മടക്കാം. ഖാലൂ ഇന്ന ഹൗലാഇ ലളാല്ലൂൻ. അടുത്തത് നോക്കിക്കോളട്ടാ, വായിച്ചോളി. എന്താ വായിക്കുക? എന്താ വായിക്കുക? വമാ ഉർസിലൂ. ഇവിടെ മദ്ദക്ഷരമുണ്ട്, മീമിനെ നീട്ടാൻ അലിഫ് ഉണ്ട്, ഫത്തനെ നീട്ടാൻ, അതിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്, അപ്പൊ ഇവിടെ ഒരു മദ് ഉണ്ട് അല്ലേ? വമാ ഉർസിലൂ. അടുത്ത് നോക്ക്. വായിച്ചോളി. എന്താ വായിക്കുക?
عليهم وما أرسلوا عليهم. അടുത്ത നോക്ക്. എന്താ വായിക്ക? ഹ കുഞ്ഞലിപ്പെട്ടു. എന്തായി? ഹ ഫി. എന്തായി? ഹാഫിളീന. ആയത്ത് അവസാനിക്കാണ്. അപ്പൊ ഹാഫിളീൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നു നമ്മൾ. അപ്പൊ നോക്കൂ. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ. അടുത്തത് അടുത്ത ആയത്തിട്ടാ. എന്താ വായിക്ക? ഫ. എന്തായി? ഫൽ എന്നായി. ഇവിടെ ഈ അലിഫിന്റെ ആവശ്യമില്ല കേട്ടാ. ഈ അലിഫാണ് ഫായിന്റെ മേലുള്ളത്. ഇപ്പൊ എന്തായി? ഫാൽനായി അല്ല ഫൽനായി അല്ലേ? വായിച്ചോളി. ഫൽ യൗമ. ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ദാല്, ശ്രദ്ധിട്ടു. എന്താ വായിക്ക? വായിച്ചോളി. ഫൽ യൗമല്ലദീന. ഇനി നോക്കൂ, ഒരു ഹംസ ഇട്ടു, നീട്ടി. എന്തായി? ആ മ നു. ഫൽ യൗമല്ലദീന ആമനു. അടുത്ത നോക്കി. എന്താ വായിക്ക? വായിച്ചോളി. എന്താ വായിക്ക? മിനൽ കുഫാരി. കുഫാരി ശരിയായോ? മിനൽ കുഫാരി. അടുത്തത് വായിച്ചോളി. എന്താ വായിക്ക? യൽഹഖൂന. ആയത്ത് അവസാനിക്കാണ്. അപ്പൊ എന്ന് പറയും? യൽഹഖൂൻ. യൽഹഖൂൻ. فاليوم الذين آمنوا من الكفار يضحكون. ഒരായത്തും കൂടെ എഴുതാണ്ട് ഇവിടെ ചെറിയ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എഴുതുന്നു കേട്ടാ. എന്താ വായിക്ക? അല. ഇപ്പൊ എന്തായി? അലൽ അറാ. ഒരു കാഫ് ട്ടാ. എന്താ വായിക്ക? അലൽ അറാഇകി. ഒന്നുകൂടി ഇവിടെ താഴ്ത്ത് എഴുതാൻ ശ്രദ്ധിക്കട്ടാ. നോക്കിക്കോളി. എന്താ വായിക്ക? അല, ഒരു അലിഫ്, ഒരു ലാം അലിഫ്. അലൽ അറ. അലൽ അറ. അതിനെ നീട്ടാൻ 10 ഇട്ടു. ഇപ്പൊ എന്താ വായിക്ക? ഹംസ അടിയിലൂടെ താഴെ ഇടട്ടാ. എന്താ വായിക്ക? അലൽ അറാഇകി. ഇനി യൻദുറൂന എഴുതാൻ പോകുന്നത്. വായിച്ചോളി. യൻദുറൂന. യൻദുറൂൻ. അലൽ അറാഇകി യൻദുറൂൻ. ഇനി അടുത്തൊരായത്ത് കൂടി കേട്ടാ. നോക്കിക്കോളി. എന്താ വായിക്ക? ഹൽ സാ വാ ബ ആണ് ഇതാണ്. എന്താ വായിക്ക? ഹൽ സുവിബ. ഒരു അലിഫ്, ലാം, ഒരു കാഫ്. എന്താ വായിക്ക? ഹൽ സുവിബൽ. വായിച്ചോളി. ഹൽ സുവിബൽ കുഫാറു. നീ
വായിക്കി വായിക്കി വായിക്കി. മാകാനു മാകാനു. അടുത്ത നോക്കി. യാ ഫാ ഐന് ലാമ് വാവ് നൂൻ. എന്താ വായിക്കുക? യഫ്അലൂന. ആയത്ത് അവസാനിച്ചു ട്ടാ. ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. നമുക്കൊന്ന് ഇവിടുന്ന് ഓതി നോക്കാം. ഓതി നോക്കേളി. വഇദാ മർറൂ ബിഹിം. ബിഹിം മനസ്സിലാവണല്ലോ അവിടെ ബിഹിം എന്നുള്ളത്. വഇദാ മർറൂ ബിഹിം. ബാ ഇങ്ങനെ എഴുതി, ഹാ ഇങ്ങനെ എഴുതി, മീം ഇങ്ങനെ എഴുതാ. എന്തായി? വഇദാ മർറൂ ബിഹിം യതഗാമസൂന എന്നാണ്. യതഗാമസൂൻ നിർത്ത ഇവിടെ. വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ. മടക്കി ഓതാ. ഇലാ അഹ്ലിഹിം ഖലബൂ ഫക്കിഹീൻ. പിന്നെ ഇവിടെ وَإِذَا رَأَوْهُمْ قَالُوا إِنَّ هَؤُلَاءِ ആണ് നിർത്താം. قَالُوا إِنَّ هَؤُلَاءِ لَضَالُّونَ. ഓക്കേ. وما أرسلوا عليهم حافظين. അടുത്തത് فاليوم الذين آمنوا. فاليوم الذين آمنوا من الكفار يضحكون. അടുത്തത് على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. صدق الله مولانا العظيم. അപ്പോ അൽഹംദുലില്ലാഹ് സൂറത്തുൽ മുത്തഫിഫീൻ അത് തീർന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കർ ഉസ്താദിന്റെ ഓത്ത് കേട്ട് പരമാവധി തെറ്റുകൂടാതെ പലവട്ടം ഓതി പഠിക്കുക. കാണാതെ ആരും പഠിക്കരുത്. ഇതെന്ന് ഒരു ഒത്തിരി കൂടുതലുണ്ട്. ഇതില് പ്രയാസമുള്ള വാക്കുകൾ യതഗാമസൂൻ, വഇദൻഖലബൂ, പിന്നെ ഇലാ അഹ്ലിഹി, ഹൗലാ ലളാൽദൂൻ, ഇതൊക്കെ പ്രയാസമുള്ള വാക്കുകളാണ്. അതുപോലെ യൽഹഖൂൻ, എത്ര അക്ഷരമുണ്ട്? 1 2 3 4 5 6 അക്ഷരമുണ്ട്. യൽഹഖൂൻ അലൽ അറായിക്കി, എഴുതാത്തിന് ബുദ്ധിമുട്ടുള്ള എഴുതി പഠിക്കാൻ നല്ലതാ. ഹൽ തൂവിൽ കുഫാറുമാക്കാൻ ഇതൊന്നും പ്രശ്നമില്ല. ഈ വാക്കുകളൊക്കെ എഴുതി പഠിക്കാം. ഞാനിപ്പോ ഈ പറഞ്ഞ വായിച്ച വാക്കുകൾ ഏത്? മർറൂബിഹിം അല്ല യതഗാമസൂൻ, അതുപോലെ വൈദൻഖലബൂ, അതുപോലെ പിന്നെ വഇദാ റഔഹും ഹൗലാഇ ലളാലൂൻ, അതുപോലെ തന്നെ ഇവിടെ ഏതാ പറഞ്ഞത്? യൽഹഖൂൻ അലൽ അറായിക്കി, അതുപോലെ തന്നെ വേണ്ട ഇത്തരം വാക്കുകളൊക്കെ ഒരു 5 വട്ടം എഴുതി വായിച്ച് പഠിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഹാഫിൽ അഹമ്മദ് നസീം ബാക്കർ ഉസ്താദിന്റെ ഓത്ത് കേട്ട് എന്ത് ചെയ്യാം? തെറ്റുകൂടാതെ ഓതാൻ പഠിക്കാം. അപ്പൊ ഉസ്താദിന്റെ ഓത്ത് കേൾക്കല്ലേ? ഓക്കെ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مروا بهم يتغامزون
وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ ഈ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയമൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് ഓതി പഠിച്ചതിന്റെ മിസ്ലിന്റെ സവാബിനെ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉപ്പയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ കൂട്ടുകുടുംബാദികളുടെ ബന്ധുമിത്രാദികളൊക്കെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തേക്ക് ഞങ്ങളിൽ മരിച്ചുപോയുടെ ഖബറൊക്കെ നീ സ്വർഗീയ വിശാലത നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അശക്കത്തുകളൊക്കെ നീക്കി നീ ഖൈറിലാക്കണേ അല്ലാഹ്. ലോക വിജയികളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റായവരുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, മാറാവ്യാധികൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിന്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുടെ റാഹത്തായി വീട് നൽകണേ റഹ്മാനെ. വീട് പണി തുടങ്ങി വെച്ചവരുടെ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്, ഖൈറായണകൾ എത്തിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹു, മക്കളെ വിവാഹം ഒക്കെ ഉറപ്പിച്ചിട്ടവരുണ്ട്, പ്രത്യേകിച്ച് പെൺമക്കളുടെ വിവാഹം ഒക്കെ ഉറപ്പിച്ച് സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് മക്കളെ കെട്ടിച്ചു വിടുക? സ്വർണത്തിനൊക്കെ വളരെ വലിയ വിലയിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മക്കളെങ്ങനെയാണ് വെറും കൈയോടെ പറഞ്ഞു വിടുക എന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. റബ്ബേ, ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നല്ല നിലക്ക് അവരൊക്കെ കെട്ടിച്ചയക്കാൻ, മാന്യമായ രീതിയിൽ അവരൊക്കെ പരിഗണിക്കാൻ, വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഖജനാവ് വിശാലമാണെന്ന് റബ്ബേ. ഞങ്ങളെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ അല്ലാഹ്. ഞങ്ങളെ ആവശ്യങ്ങളിലേക്കായി നീ തുറന്നു നൽകണേ അല്ലാഹ്. നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. പ്രയാസത്തിലും വിഷമത്തിലും ആക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസീ
വസീയത്ത് ചെയ്ത് എല്ലാവരുടെയും മുറാദുകൾ നീ ഹസിലാക്കി നൽകണേ അല്ല. ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമാക്കിലെ അദബൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. ഹജ്ജിന് അപേക്ഷ കൊടുക്കേണ്ട സമയത്തിലാണുള്ളത്. റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. പുന്നാര ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് ദിക്ർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് റബ്ബേ ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് റാഹത്തോടെ വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ഖുർആന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഖുർആന്റെ അഹ്ലുകാരെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏപ്രിൽ 28 നിങ്ങളുടെ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കണം. ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് കൂടി കാണണം, ഒരുമിച്ച് കാണണം, ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മകളുടെ വിവാഹമാണ്, ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വലിയ ബിസിയുള്ള ആൾക്കാരാണ്, ഒരുപാട് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് ഒരു പരിപാടി മേൽക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുസ്ലിം ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.